ഹലോ കൂട്ടുകാരെ, ഡിസംബർ 15 അതായത് നാളെ കഴിഞ്ഞ് വരുന്ന ഫുൾ മൂൺ ഇൻ ജെമിനി. ആ ഒരു ഫുൾ മൂണിൻ്റെ കളക്റ്റീവായിട്ടുള്ള എനർജി ചാനലിംഗ് ആണ്, ഡൗൺലോഡായിട്ട് കിട്ടിയിട്ടുള്ള എനർജി ചാനലിംഗ് ആണ്. ഇത് കളക്റ്റീവായിട്ടാണ്, അതുകൊണ്ട് തന്നെ റെസൊനേറ്റ് ആവുന്നോടം വരെ മനസ്സിലാക്കി എടുക്കുക. ഓക്കെ, അപ്പോൾ ഫുൾ മൂൺ ഇൻ ജെമിനിയാണ്. ഓവറോളായിട്ട് പറഞ്ഞാൽ ഹീലിംഗ്, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ട്രാൻസ്ഫോർമേഷൻ, മെറ്റീരിയലിസ്റ്റിക് തിങ്സിൻ്റെ ഒരു ഗെയിൻ വരുന്ന ഒരു സമയം, ബാലൻസിങ്, ലെറ്റിൻ ഗോ ആൻഡ് യൂണിയൻ. ഇത്രയും കാര്യങ്ങളാണ് ചാനലിംഗ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുൾ മൂണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിൽ ഈ വർഷത്തിൽ 2 ന്യൂ മൂൺ ഉണ്ട്. അതായത് നമ്മൾ ഫസ്റ്റ് വീക്കിൽ ഒരു ന്യൂ മൂൺ വന്നിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഡിസംബർ 30 നമുക്ക് ഇനിയൊരു ന്യൂ മൂൺ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ന്യൂ മൂണിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു ഫുൾ മൂൺ ആയതുകൊണ്ട് ഈ വർഷത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ മൂൺ ആണ്. അതിൻ്റെ കൂടെ 12 എനർജീസ്, ആ ഒരു പോർട്ടലിൻ്റെ എനർജീസും കൂടെ ഉള്ളത് കൊണ്ട് ടോട്ടലി പറഞ്ഞാൽ എഗെയിൻ പവർഫുൾ ആയിട്ടുള്ള ഒരു കോസ്മിക് എനർജീസ് ആണ് ഇപ്പോൾ നമ്മൾ ഫീൽ ആവുന്നത്, നമ്മൾ ഗോ ത്രൂ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനർജീസിനെ മനസ്സിലാക്കാം. അത് കഴിഞ്ഞിട്ട് ഫുൾ മൂൺ ഡേ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം, സോ ദാറ്റ് നമ്മുടെ എനർജീനെ ബാലൻസ് ചെയ്യാനും നമ്മൾ അടുത്ത നമ്മളുടെ പുതിയ എനർജീനെ വെൽക്കം ചെയ്യാനായിട്ടും നമ്മൾ എങ്ങനെ റെഡി ആയിട്ടിരിക്കാമെന്നും മനസ്സിലാക്കാം. ആദ്യത്തെ ഇത് ഇനിഷ്യലി ഈ ഒരു ജേർണിയിലേക്ക് വന്ന ഫെമിനൈൻ എനർജി, അതായത് ന്യൂ അവേക്കനിങ്സിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഫെമിനൈൻ എനർജി എന്ന് പറഞ്ഞാൽ ഇത് മെയിൽ ബോഡിയിലും ആവാം, ഫീമെയിൽ ബോഡിയിലും ആവാം. ഒരു എനർജിയുടെ കാര്യമാണ് പറയുന്നത്. അവർ പേർജിങ്, ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ, ആങ്സൈറ്റി ഇഷ്യൂസ്, ഉറക്കമില്ലായ്മ, ഇതൊക്കെയും ഫീൽ ആവുന്നുണ്ടായിരിക്കാം ഓൾറെഡി. അല്ലെങ്കിൽ ഫുൾ മൂണിൻ്റെ അന്ന് ഈ ഒരു ഫീലിങ്സ് ഒക്കെയും പീക്കിലായിരിക്കും. അപ്പോൾ ഇവർ, അതായത് ന്യൂ ആയിട്ട് വന്ന അവേക്കനിങ്സ് മനസ്സിലാക്കുക, ഇത് ഈ ഒരു ജേർണിയുടെ ഭാഗമാണ്. പേർജിങ് എന്ന് പറയുന്നത് പെട്ടെന്ന് കരച്ചിൽ വരിക, ശ്വാസം മുട്ടുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മളുടെ പാസ്റ്റിനെ റിലീസ് ചെയ്തേ പറ്റത്തുള്ളൂ, എല്ലായ്പ്പോഴും പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു ഫീലിംഗ്, കരച്ചിൽ വരുമ്പോൾ അതിനെ ഫീലായിട്ട് തന്നെ നമ്മളതിനെ റിലീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ആങ്സൈറ്റി ഇഷ്യൂസൊക്കെ വരുമ്പോൾ കുറച്ചൊന്ന് ഓപ്പൺ എയറിൽ പോകാവുന്നതാണ്. ഗ്രൗണ്ടിങ്, നേച്ചറുമായിട്ടൊക്കെ കുറച്ച് അടുത്ത് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ നമുക്ക് ഒന്ന് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പറ്റും. ഇവർക്ക് 691111 ഏഞ്ചൽ നമ്പേഴ്സ് കൂടുതലായിട്ട് കാണുന്നുണ്ടായിരിക്കാം. ഒരു പക്ഷേ കഴിഞ്ഞ 6 തൊട്ട് 8 മാസമായിട്ട് ഈ ഒരു ജേർണിയിലാണെന്ന് ഡൗട്ടൊക്കെ വന്ന്, അല്ലെങ്കിൽ ജേർണിയിലാണെന്ന് ഇന്നർ വോയിസ് കൺഫേം ചെയ്തിട്ടും ഇന്നർ വർക്കൊന്നും ചെയ്യാത്തവർക്ക് ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ പിന്നെയും പോകേണ്ടി വരുന്ന ഒരു സമയമാണിത്. ഇവരുടെ DMs, അതായത് ന്യൂലി അവേക്കനിങ്ങിലേക്ക് വന്ന DFൻ്റെ DMs ഒരു ഡിസ്റ്റോർട്ടഡ് എനർജിയിൽ നിന്നുകൊണ്ട്, ഫിയർ ബേസ്ഡ് എനർജിയിലൂടെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ പോയി പെട്ടല്ലോ എന്നുള്ള ഒരു ഗിൽറ്റിയോട് കൂടി അവർ റണ്ണിങ് സ്റ്റേജിലാണ്. അതായത് അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫീലിങ്സിൽ നിന്നും തന്നെയാണ് റൺ ചെയ്യുന്നത്. സോ ന്യൂലി അവേക്കനിങ്ങിലേക്ക് വന്ന DFs അവരുടെ കൗണ്ടർ പാർട്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കി അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നൊന്നും അല്ല ആലോചിക്കേണ്ടത്. ആദ്യം സ്വന്തം എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് നോക്കുക. അടുത്തതായിട്ട് 40% വരെയൊക്കെ നമ്മൾ ഹീലായ ഫെമിനൈൻ എനർജീസ്, ഇവർ ഭയങ്കരമായിട്ട് കാർമിക്സിൽ ബിസി ആയിരിക്കും. അതായത് ഒന്നുകിൽ കാർമിക് പാർട്ട്നേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ജോലിയായിരിക്കാം, പഠിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവരുടെ സോൾ അലൈൻമെൻറ്റിന് നിരക്കാത്ത ഏതൊരു കാര്യവും ആ ഒരു കാർമിക്
കാര്യങ്ങളിലൂടെ ബിസി ആയിട്ട് ഇന്നർ വർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുന്ന ഒരു ഫെമിനൈൻ എനർജി അവരാണ്. ഇവർക്ക് ഫിയർ ഇഷ്യൂസ് സർഫേസിൽ വരാം. ഇൻസെക്യൂരിറ്റീസ് ഒക്കെ അവർക്ക് സർഫേസിൽ വരുന്നുണ്ടായിരിക്കാം. ഓൾറെഡി ലൈഫിലൊരു സ്റ്റക്ക് എനർജി ആയിരിക്കും ഇവർ ഫീൽ ആവുന്നത്. ഇനിയും ഒരു പക്ഷേ ഇന്നർ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടിയാൽ പോലും അവിടെ ഒരു ലേസിനെസ് ഒക്കെ തോന്നുന്നുണ്ടായിരിക്കാം. ബോഡി പെയിൻസ് ഒക്കെയും പെർട്ടിക്കുലർലി മൈഗ്രെയിൻ പോലത്തെ പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ലെങ്കിൽ അതുണ്ടെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ കൺഫേം ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നതിൻ്റെ ആ ഒരു ബേസിക് സിംറ്റംസ് സ്റ്റാർട്ടായിട്ടുണ്ടായിരിക്കാം ബോഡിയിൽ. ആൻഡ് ഹെഡേക്ക് വളരെ കോമൺ ആയിട്ട് കാണും ഇവർക്ക്. ഈ ഒരു കാറ്റഗറിയിലുള്ള ഫെമിനൈൻ എനർജീസ് ഇവർ ഗ്രൗണ്ടിങ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. അതായത് ഒരു ബെയർ ഫൂട്ടോടെ എവിടെയെങ്കിലും വാക്കിംഗ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ്സ് നേച്ചറിൽ വാക്കിംഗ് ചെയ്യുക. ആൻഡ് ആ ഒരു ഫിയർ ബേസ്ഡ് എനർജി വരുമ്പോഴൊക്കെയും അതിനെ മിറർ എക്സസൈസിലൂടെ റിലീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവരുടെ മസ്കുലൈൻ എനർജീസ്, അതായത് ഈ 40% വരെ ഹീലായവരുടെ ഫെമിനൈൻ എനർജിയുടെ മസ്കുലൈൻ എനർജീസ് ലൈഫിൽ വളരെ പ്ലാൻഡ് ആയിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴും അങ്ങോട്ട് മുമ്പോട്ട് പോകാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനിലാണ്. അതായത് എന്തുകൊണ്ട് എൻ്റെ ലൈഫ് ആസ് ഇറ്റ് ഈസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നില്ല എന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചുകൊണ്ട് അതിനെ ലോജിക്കൽ വേയിൽ തന്നെ പ്രാക്ടിക്കലായിട്ട് അവിടെയൊക്കെയും എനർജി കൊടുത്തുകൊണ്ട് എങ്ങനെയൊക്കെ ആ ഒരു ഭാഗങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ ഒബ്വിയസ്ലി അതൊരു ലോവർ എനർജി ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്കും ഒരു മിസ്സിങ് എനർജി വരുന്നുണ്ട് അവരുടെ ഫെമിനൈൻ എനർജിയുടെ. അപ്പോൾ ഇവിടെ മേ ബി ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു ഫെമിനൈൻ എനർജീസിന് പ്രതീക്ഷിക്കാം. പക്ഷേ അത് പെർമനൻ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തായിട്ട് 50 to 60% ബാലൻസ് ആയി, സോൾ പർപ്പസ് ഒക്കെ അറിയാം. എന്നാൽ അത് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് വന്ന അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആയിട്ട് തുടങ്ങുന്ന ഫെമിനൈൻ എനർജീസ് അവർക്ക് ലേസിനെസ് വരാം. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഹെഡേക്ക് തോന്നാം, റൂട്ട് ചക്രയിൽ പെയിൻ, ത്രോട്ട് ചക്ര റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. ഇതല്ലാതെ ഒരു വിവിഡ് ഡ്രീംസ് എന്നൊക്കെ പറയാം. നമുക്ക് നോവെയർ റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെയോ സ്വപ്നങ്ങൾ വരിക. പിന്നെ ഒരു ഇത്രയൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ തോന്നുന്നുണ്ടെങ്കിലും ബോഡിയിലൊക്കെ ബോഡിയിൽ വന്നിട്ട് ലോവർ ബാക്കിൽ നല്ല പെയിനൊക്കെയും തോന്നുന്നുണ്ടെങ്കിലും ഇൻറ്റേർണൽ എനർജിയിൽ ഒരു നല്ലൊരു ഷിഫ്റ്റ് ഫീൽ ആവുന്നുണ്ടായിരിക്കാം, നല്ലൊരു കാംനെസ് ഫീൽ ആവുന്നുണ്ടായിരിക്കാം. ഇവരുടെ ലൈഫിലേക്ക് ഇവരുടെ ആ ഒരു സ്പിരിച്വൽ ഗ്രോത്തിന് ആവശ്യമുള്ള ആ ഒരു സ്പിരിച്വൽ ഗുരു അല്ലെങ്കിൽ ആ ഒരു ഗൈഡ് എൻ്റർ ആകുന്ന ഒരു സമയമാണ്. ഇവിടെ ഇവർക്ക് ഒരു പക്ഷേ ഓം നമഃ ശിവായ കൂടുതലായിട്ട് അങ്ങനത്തെ മന്ത്രങ്ങൾ, രാധയുടെയും കൃഷ്ണൻ്റെയും ഫോട്ടോസ്, ശിവശക്തിയുടെ ഫോട്ടോസ്, പേരായിട്ടുള്ള ബേർഡ്സ്, ബട്ടർഫ്ലൈസ് ഒക്കെയും കാണുന്നുണ്ടായിരിക്കാം. ഇതിൻ്റെ മീനിങ് നിങ്ങളുടെ ഉള്ളിലെ തന്നെ DM and DF എനർജീസ് ബാലൻസ് ചെയ്യൂ എന്നാണ്. ആൻഡ് ഇവിടെ ഒരു കാര്യം ഈ ഒരു DFs ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഈഗോയെ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് എല്ലായ്പ്പോഴും, അതായത് ആ ഒരു ഈഗോനെ അവർക്ക് ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ ഏതൊരു കാര്യത്തിലും എനർജി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു ഈഗോ ആണോ സെൽഫ് റെസ്പെക്റ്റിന് വേണ്ടിയാണോ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു എനർജി അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങളെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവരുടെ ഡിവൈൻ മസ്കുലൈൻ എനർജീസിന് ഡ്രീംസ്, സിങ്ക്രോണിസിറ്റീസ് അല്ലെങ്കിൽ പലതരത്തിലുള്ള റിപ്പീറ്റഡ് പാറ്റേൺസിലൂടെ യൂണിവേഴ്സ് അവരുടെ ഫെമിനൈൻ എനർജീനെ കുറിച്ചുള്ള ഓർമ്മകൾ പിന്നെയും പിന്നെയും സർഫേസിൽ കൊണ്ടുവരികയും ഒരു ഇൻറ്റൻസ് മിസ്സിങ് എനർജി ആ ഒരു മസ്കുലൈൻ എനർജിയിൽ യൂണിവേഴ്സായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തെ ഒരു ഇമോഷണൽ വേയിൽ അക്സെപ്റ്റ് ചെയ്യാൻ സ്റ്റിൽ ഈ ഒരു മസ്കുലൈൻ എനർജീസ് റെഡിയല്ല. എന്നാൽ ആ ഒരു മിസ്സിങ് എനർജി പലപ്പോഴും എനർജി വൈസ് ഈ ഒരു ഫെമിനൈൻ എനർജി ഫീൽ ചെയ്യും. അതല്ല എങ്കിൽ പ്രോബബ്ലി 3Dയിൽ ഒരു
കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരെയൊക്കെയും ആ ഒരു എനർജി നമ്മളിലേക്ക് വരാൻ അല്ലെങ്കിൽ ഫെമിനൈൻ എനർജിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഒരു ഡിവൈൻ എനർജിയിൽ നിൽക്കുന്ന ഫെമിനൈൻ എനർജി, തൻ്റെ പവറിലേക്ക് ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞ, ഓൾമോസ്റ്റ് ഹീലിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു ഫെമിനൈൻ എനർജി, അവരുടെ എനർജിയിൽ ആ ഒരു ഫെമിനൈൻ എനർജി ശരിക്കും തൻ്റെ ആ ഒരു പവറിനെയും വർത്തിനെയും തിരിച്ചറിയുന്ന ഒരു സമയം. 3Dയിൽ ആ ഒരു സെൽഫ് വർത്ത് അല്ലെങ്കിൽ ആ തനിക്ക് അത്രയും ഉള്ള പവറിലുള്ള ആ ഒരു റെസ്പെക്റ്റ് തരാത്ത ഒരു പക്ഷെ DM ആണെങ്കിൽ പോലും അവരെ കട്ട് ഓഫ് ചെയ്യാൻ ഒരു മടിയും, ഇമോഷൻസ് ഒന്നും അവിടെ കൊടുക്കാതെ, ഒരു മടിയുമില്ലാതെ, ഒരു പേടിയുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു DF. അതാണ് ശരിക്കും ചാനൽഡ് മെസ്സേജിൽ വിഷ്വലൈസേഷൻ വന്നത്. ഇവിടെ സോൾ മെർജിങ് നടക്കുന്നത് കൊണ്ട് തന്നെ പല ടെസ്റ്റുകൾ ഫെമിനൈൻ എനർജി, ഈ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം ആ ഒരു ഡിവൈൻ എനർജിയിൽ നിന്നുകൊണ്ട് ഫിയർലെസ് ആയിട്ട് ബാലൻസ് ചെയ്യുകയാണ് ഇവിടെ ഈ ഒരു ഫെമിനൈൻ എനർജി ചെയ്യുന്നത്. ആൻഡ് ഏകദേശം ഈ ഒരു ജേർണി എന്താണെന്നും പർപ്പസിലേക്കാണ് നമ്മൾ പോകേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന കൊണ്ട് തന്നെ അവിടെ ഇനി ആർക്കെങ്കിലുമൊക്കെ ഫൊർഗീവ്നെസ്, പാസ്റ്റിൽ നിന്നുമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിൽ ഫൊർഗീവ്നെസ് കൊടുക്കാത്ത ഏതെങ്കിലും ഇൻസിഡൻറ്റോ ആൾക്കാരോ ഉണ്ടെങ്കിൽ അവർക്കൊക്കെയും ഫൊർഗീവ്നെസ് കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജി. അതാണ് ഇവിടെ ഈ ഒരു ഫെമിനൈൻ എനർജിയും ശ്രദ്ധിക്കേണ്ടത് ഒരു സ്പിരിച്വൽ ഈഗോയിലേക്ക് വരാതെ നോക്കണം. കാരണം ഇത്രയും ഒരു എനർജി ഹൈയിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ഈ ഒരു ഫെമിനൈൻ എനർജിയുടെ ഒരു ഡാർക്ക് സൈഡ് പിന്നെയും ആ ഒരു ഈഗോ വരാവുന്നതാണ്. അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഫെമിനൈൻ എനർജി പഠിക്കേണ്ട ലെസൺ. ഇവരുടെ മസ്കുലൈൻ എനർജിയുടെ കാര്യം, ഇവിടെ മേജർ ഷിഫ്റ്റാണ് മസ്കുലൈൻ എനർജിയുടെ ലൈഫിൽ നടക്കുന്നത് 5Dയിലും 3Dയിലും. 5Dയിൽ എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിൽ ഒരു സെൽഫ് റിയലൈസേഷൻ നടക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഈ റിയലൈസേഷനിന് വരാനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾസ് കണ്ടിന്യൂസ് ആയിട്ട് മസ്കുലൈൻ എനർജിയുടെ ലൈഫിൽ നടക്കുന്നു. കാർമിക് ക്ലിയറൻസിനുള്ള ട്രിഗേഴ്സ് അവർ ശരിക്കും ആ ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഡിവൈൻ്റെ ഒരു ഇൻ്റർവെൻഷൻ കണ്ടിന്യൂസ്ലി ഇവരുടെ ലൈഫിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങളിലൂടെയൊക്കെ പോകുന്നതിനുള്ള സൊല്യൂഷൻ സ്പിരിച്വാലിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് ഡൈവേർട്ട് ആവുകയും അതിലേക്ക് വരികയും ഒരു സെൽഫ് ലവിൽ ഇരുന്നുകൊണ്ട് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു മസ്കുലൈൻ എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഡിവൈൻ ഫെമിനൈൻ എനർജിക്കുള്ള ഇനിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഹീലിംഗ് നന്നായിട്ട് ചെയ്യുക. ഇപ്പോൾ പിന്നെയും സർഫേസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ അതിനെ മാറ്റി വെക്കാതെ അപ്പോൾ തന്നെ ഹീലിംഗ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് കളക്റ്റീവായിട്ടുള്ള എനർജി അപ്ഡേറ്റ്. ഇനിയും മറ്റന്നാൾ ഈ ഫുൾ മൂണിന് നമുക്ക് ചെയ്യാനുള്ള കുറച്ച് റിച്വൽസ് അല്ലെങ്കിൽ എനർജി ക്ലെൻസിങ്ങിനുള്ള കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഇത് നമ്മളുടെ ഇന്നർ വർക്കിൻ്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എഗെയിൻ ഒരു ന്യൂ ഇയർ ആണ്, ന്യൂ ബിഗിനിങ് ആണ് 2025 എന്ന് പറയുന്നത്. സോ ഇപ്പോൾ വരെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യാനും നമ്മളുടെ ലൈഫിൽ വന്ന ഒരു ബ്ലെസ്സിങ്സിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിൽ സ്വീകരിക്കാനുമാണ് ബേസിക്കലി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം ഇതെപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫുൾ മൂണിൻ്റെ ദിവസം എപ്പോഴാണെങ്കിലും ചെയ്യാം. എന്നാൽ നമ്മൾ ആ ഒരു സന്ധ്യാസമയമൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നതാണ് ഇച്ചിരി കൂടെ നമുക്ക് എഫക്റ്റീവ്നെസ് തരുന്ന ഒരു കാര്യം. അപ്പോൾ ആദ്യത്തെ കാര്യം വന്നിട്ട് നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഓറ ക്ലെൻസിങ് എന്ന് പറയുന്നത് നമുക്കൊക്കെയും അറിയാവുന്ന കാര്യമാണ്. ഇൻറ്റൻഷൻ കൊടുത്തിട്ട് വൈറ്റ് ലൈറ്റ് നമ്മുടെ ഓറയിലൂടെ, അതായത് ഡിവൈൻ്റെ ലൈറ്റ് നമ്മുടെ ക്രൗൺ ചക്രയിലൂടെ നമ്മുടെ ഓറയിലൂടെ പ്രവഹിച്ച് നമ്മളെ ടോട്ടലി ക്ലെൻസ് ചെയ്ത് ഗ്രൗണ്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ഓറേനെ ക്ലെൻസ് ചെയ്യാം. അതല്ല എങ്കിൽ സ്പിരിച്വൽ ടൂൾസ് അറിയാവുന്നവർ, അതായത് റേക്കി പഠിച്ചവർ, പ്രാണിക് ഹീലിംഗ് പഠിച്ചവർ, ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചവർ, ഏഞ്ചലിക് ഹീലിംഗ് പഠിച്ചവർ, ഇതൊക്കെയും
അതാത് ടൂൾസ് ഉപയോഗിച്ച് അവർക്ക് ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ഇതല്ലെങ്കിൽ ഇനി ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ധൂപ് സ്റ്റിക്സ് കാണും, അല്ലെങ്കിൽ അഗർബത്തി കാണും. അതുകൊണ്ട് നമ്മളുടെ ക്രൗൺ ചക്ര തൊട്ട് റൂട്ട് ചക്ര വരെ ഇൻറ്റൻഷൻ കൊടുക്കുകയാണ്. നമ്മുടെ ഓറ ക്ലെൻസ് ചെയ്യുന്ന ഈ ഒരു പുക കൊണ്ട്, ഈ ഒരു ക്ലെൻസിങ് ടൂൾ കൊണ്ട് ഞാൻ ക്ലെൻസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ 3 ടൈംസ് ആ ഒരു ക്ലെൻസിങ് ചെയ്യുമ്പോൾ നമ്മുടെ ഓറ ക്ലെൻസ് ആവുകയും, നമുക്ക് ഇൻറ്റൻഷൻ കൊടുത്തിട്ട് വേണം ചെയ്യാൻ, നമുക്ക് ആ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് നമ്മളുടെ ഡേ ടു ഡേ ജേർണലിംഗ് ചെയ്യുന്ന ആ ഒരു ബുക്കിലാവാം, അല്ലെങ്കിൽ നമ്മൾ പേപ്പർ എടുത്തിട്ടാവാം, എടുത്തിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ഹെഡിങ് എഴുതിയിട്ട് ജനുവരി തൊട്ട് ഇപ്പോൾ വരെ നമ്മളുടെ ലൈഫിൽ നടന്ന 5 പോസിറ്റീവ് കാര്യങ്ങൾ എഴുതുക. മേജർ ബ്രേക്ക് പോയിൻറ്റ്സ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ കാണും. അത് ഈവൻ ചെറിയൊരു സന്തോഷമായിരിക്കും നമ്മുടെ ലൈഫിൽ വന്നത്, ഒത്തിരി വലിയ കാര്യങ്ങളും കാണും. അതെന്താണോ ആ 1, 2, 3, 4, 5 അങ്ങനെ മിനിമം ഒരു 5 എഴുതിയിട്ട്, മാക്സിമം എത്രയും എഴുതാം, 5 എഴുതിയിട്ട് അതിൻ്റെ ഒരു കണ്ടൻറ്റ് ചെറുതായിട്ട് എന്തെങ്കിലും എഴുതണമെങ്കിൽ എഴുതിയിട്ട് ഇതിനൊക്കെയും താങ്ക്ഫുള്ളായിട്ട്, കാരണം അത്രയും നല്ല കാര്യങ്ങൾ എൻ്റെ ലൈഫിലേക്ക് തന്നതിന് എല്ലാ സ്പിരിച്വൽ ടീമിനെന്ന് ഞാൻ പറയുകയാണ്. അതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് വരും, ഏഞ്ചൽസ് വരും, ആർക്ക് ഏഞ്ചൽസ് വരും, ഗാർഡിയൻ ഏഞ്ചൽസ് വരും, നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു റിലീജിയസ്ലി ഉള്ള ദേവീ ദേവന്മാർ, അല്ലെങ്കിൽ ആ ഒരു അസെൻഡഡ് മാസ്റ്റേഴ്സൊക്കെയും അതിൽ വരും. അതല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിൽ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ പിതൃക്കളായിരിക്കാം, ഗുരുക്കന്മാരായിരിക്കാം, അവരൊക്കെ ഹയർ സെൽഫ് ഇതിൽ വരും. അവരോടൊക്കെയും താങ്ക് യു പറയുക. ആൻഡ് ഇത്രയും നല്ലൊരു വൈബ്രേഷനിൽ, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾക്ക് എത്ര മണി ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു 100 റുപ്പീസ് ഏൺ ചെയ്തിട്ടുണ്ടായിരിക്കും ത്രൂ ഔട്ട് ദ ഇയർ, അല്ലെങ്കിൽ ഒരു 1000 റുപ്പീസ്, 10,000 റുപ്പീസ്, 20,000 റുപ്പീസ്, അതിന് അത്ര എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിന് താങ്ക് യു പറയുക. സോ ദാറ്റ് നിങ്ങളുടെ മണി ബ്ലോക്ക് ഒക്കെയും ക്ലിയർ ആവാൻ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സ്റ്റിൽ ലെറ്റ് ഗോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പറ്റാത്ത ഒരു 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ പെയിൻഫുള്ളായിട്ടുള്ള 3 കാര്യങ്ങൾ കാണും. അതൊക്കെ എഴുതുക. അല്ലെങ്കിൽ 5 കാര്യങ്ങളുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ എഴുതുക. എഴുതിയിട്ട് ജസ്റ്റ് മെഡിറ്റേഷനിൽ ഇരുന്നിട്ട് ആ 3 കാര്യങ്ങളെ, അല്ലെങ്കിൽ ആ ഒരു 5 കാര്യങ്ങളെ, ആ ഒരു ആൾക്കാരെ നിങ്ങൾ എനർജറ്റിക്കലി നിങ്ങളുടെ എനർജറ്റിക് സ്പേസിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ എനർജറ്റിക് സ്പേസിൽ നിന്നും പോകുന്നതായിട്ട്, യൂണിവേഴ്സിലേക്ക് പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ ഇത് പോകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുമ്പോൾ പ്രോബബ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ സേക്രൽ ചക്രയിൽ ഒരു പെയിൻ വരാം, അല്ലെങ്കിൽ സോളാർ പ്ലെക്സസ് ചക്രയിൽ നല്ലൊരു സ്മൂത്തായിട്ട് ആ ചക്ര ഫങ്ഷൻ ആവുന്നത് തോന്നാം. ഹാർട്ട് ചക്രയിൽ പെയിൻ വരാം. ഇതൊക്കെ വരുമ്പോഴും മനസ്സിലാക്കുക, ആ ഒരു എനർജി ക്ലെൻസ് ആവുന്നതാണ്. ഈ ഒരു എനർജീനെ ക്ലെൻസ് ആവാനായിട്ട് എഗെയിൻ നിങ്ങളുടെ സ്പിരിച്വൽ ടീമിനോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് അങ്ങനെ ആ ഒരു മൂൺ ലൈറ്റിൽ ഇരുന്നാൽ ഇനിയും നല്ലതാണ്. അങ്ങനെ ഐ ലെറ്റ് ഗോ ഓഫ് ദ ഓൾഡ് എനർജീസ് എന്ന് പറഞ്ഞുകൊണ്ട്, വാട്ട് ആർ ദ ഓൾഡ് എനർജീസ്, എൻ്റെ എനർജറ്റിക് ഫീൽഡിലുള്ള ഈ എനർജീസിനെ ഞാൻ എൻ്റെ ഹയസ്റ്റ് ഗുഡിനായിട്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഹയസ്റ്റ് ഗുഡിനായിട്ട് ലെറ്റ് ഗോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൂൺ ലൈറ്റിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അടുത്തതായിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുകയാണ് നമ്മളിവിടെ. ഇൻറ്റൻഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജോലിയായിരിക്കാം, കൂടുതലും നമ്മളുടെ ഫിനാൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കാം കാണുന്നത്. എന്നാൽ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീലിങ്ങിനും ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. കാരണം നമ്മളൊക്കെ ഒരു ഹൈലി സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ ഗോ ത്രൂ ആവുന്നവരാണ്. അപ്പോൾ ഫൈനാൻസ്, ജോലി, ഹീലിംഗ്, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, അപ്പോൾ ഇതിലേതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യണമെങ്കിൽ അതൊരു 5 സെൻറ്റൻസുകൾ എഴുതാവുന്നതാണ്, അല്ലെങ്കിൽ 3 സെൻറ്റൻസുകൾ എഴുതാവുന്നതാണ്. ഇൻറ്റൻഷൻ എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം,
പോസിറ്റീവ് ആയിരിക്കണം. അഫർമേഷൻസ് പോലെ തന്നെ പോസിറ്റീവായിട്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഒരു കാര്യത്തെ, ഈ ഒരു ഇൻറ്റൻഷൻ, ഇതാണ് എൻ്റെ ഡിസയർ, അല്ലെങ്കിൽ ഇതാണ് എനിക്ക് വേണ്ടത്, എഗെയിൻ ഇത് എൻ്റെ ഹയസ്റ്റ് ഗുഡിനായിട്ട് എന്താണ് യൂണിവേഴ്സ് വിചാരിച്ചിരിക്കുന്നത് അത് എന്നിലേക്ക് എത്തിക്കണേ എന്ന് പറഞ്ഞ് ഇതിനെ സറണ്ടർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് താഴെ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിൽ സിമ്പിളായിട്ട് പോസിറ്റീവായിട്ട് ഈ എഴുതിയതിൻ്റെ താഴെ തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഇതല്ലാതെ ഫുൾ മൂൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാട്ടർ ചാർജ് ചെയ്യാവുന്നതാണ്. ഇത് ആർക്കും ചാർജ് ചെയ്യാവുന്നതാണ്. ഞാൻ ചെയ്യാൻ പറ്റുമോ, ഇനി നാളെ തൊട്ട് കമൻസിൽ ഞാൻ റേക്കി പഠിച്ചിട്ടില്ല എനിക്ക് ചെയ്യാമോ അങ്ങനെയൊന്നും ചോദിക്കരുത്. നമ്മളൊക്കെ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് കണക്റ്റായി വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് ആർക്കും വാട്ടർ ചാർജിങ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് ബോട്ടിലിൽ തന്നെ വെള്ളം ഒഴിക്കണം. അതായത് നമ്മൾ പ്ലാസ്റ്റിക്കിലോ സ്റ്റീലിലോ ഒന്ന് വെച്ചാൽ അതിൽ എഫക്റ്റീവ്നെസ് വരില്ല. ഗ്ലാസ് ബോട്ടിലിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കുക. നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ എൻ്റെ ഹെൽത്ത് നന്നായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഹെൽത്ത് നന്നായിട്ടിരിക്കണം എന്ന് പറഞ്ഞൊരു 5 to 10 minutes നിങ്ങൾക്ക് ആ വാട്ടറിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്. സെറ്റ് ചെയ്തിട്ട് ആ ഒരു ബോട്ടലിൻ്റെ ക്യാപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. നിലാവിൽ, അതായത് ഫുൾ മൂണിൻ്റെ ആ ഒരു ലൈറ്റ് വീഴുന്നിടത്ത്, അല്ലെങ്കിൽ അതിൻ്റെ താഴെയായിട്ട്, എപ്പോഴും നമുക്ക് ലൈറ്റ് വീഴണമെന്നില്ലല്ലോ, താഴെയായിട്ട് വെച്ചിട്ട് ആ മൂൺ ലൈറ്റിൽ ആ വാട്ടർ ചാർജ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. അത് ഏർലി മോർണിംഗ് വരെ, അതായത് സൂര്യൻ ഉദിക്കുന്നത് വരെ ആ വാട്ടർ അവിടെ തന്നെ, അതായത് ആ ഒരു ഫുൾ മൂണിൻ്റെ ലൈറ്റിൽ ചാർജ് ചെയ്യുന്നത് പോലെ ഓപ്പൺ ഏരിയയിൽ വെച്ചാൽ കുഴപ്പമില്ല. അത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു സ്പേസിൽ വെക്കാവുന്നതാണ്. ഇതെന്നും രാവിലെ നമ്മൾ ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത ഇൻറ്റൻഷൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കുടിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു എനർജറ്റിക് ഫീൽഡിനെ അത് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കും ക്രിസ്റ്റൽസിനെ, അതായത് ക്രിസ്റ്റൽ ഹീലിംഗ് ഒക്കെ പഠിച്ചവരാണ്, യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ക്രിസ്റ്റൽസിനെയും ഫുൾ മൂണിൻ്റെ ആ ഒരു എനർജിയിൽ ക്ലെൻസ് ചെയ്തിട്ട് അവിടെയും ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്ത് ആ ഒരു ക്രിസ്റ്റൽസിനെ ഈ ബോട്ടിലിലെ വെള്ളം ചാർജ് ചെയ്യുന്ന പോലെ നമുക്കവിടെ ഫുൾ മൂണിൻ്റെ ലൈറ്റിൽ അല്ലെങ്കിൽ നിലാവിൽ ചാർജ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വീഡിയോ കുറച്ചൊന്ന് ലെങ്തി ആയിപ്പോയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഓം നമഃ ശിവായ.